ഇപ്പോൾ നമ്മൾ ഇമേജിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ടൈപ്പ് ഓഫ് ഒരു രൂപക്കൂട് അല്ലെങ്കിൽ വോൾ സെപ്പറേഷൻ അല്ലെങ്കിൽ ഒരു ടി വി സ്റ്റാൻഡ് ഇതുപോലെ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മുടെ വീട്ടിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആരെ കൊണ്ട് ചെയ്യിക്കാനായിട്ട് സാധിക്കും? ഏത് കാർപ്പൻറ്റർ അല്ലെങ്കിൽ ഏത് കാർപ്പൻറ്ററിങ് കമ്പനി ഇത് ചെയ്തു തരും? ഇത് ഈ ഒരു ഫോട്ടോസിൽ നിങ്ങളിപ്പോൾ കണ്ടത് ഇതെല്ലാം ചെയ്തത് ക്യാവലിനുള്ള ഒരു കാർപ്പൻറ്ററി കമ്പനിയാണ്. ഐറിഷുകാരനാണ്, ഐറിഷ് കമ്പനിയാണ്. അപ്പം ഇദ്ദേഹത്തിന്റെ ഡീറ്റെയിൽസ്, കോൺടാക്ട് ഡീറ്റെയിൽസ് തരാമെന്ന് ചോദിച്ച് കുറച്ച് ആൾക്കാരെ കോൺടാക്ട് ചെയ്തിരുന്നു. അപ്പോൾ കോൺടാക്ട് ഡീറ്റെയിൽസ് തരുന്നതിനെ ശ്രദ്ധിക്കുക. ഈ ഒരു പിക്ചറിൽ കാണുന്ന ആ ഒരു രൂപക്കൂടിന്റെ കുറെ പോർഷൻസ് തടിയേൽ ഉണ്ടാക്കിയിരിക്കുന്നതും കുറെ പോർഷൻസ് ടൈലേലാണ് ചെയ്തിരിക്കുന്നത്, അല്ലെ? അപ്പൊ ഈ ടൈൽ ഒരിക്കലും കാർപ്പൻറ്റർ ചെയ്യില്ല. നമ്മളൊരു ടൈലറെ കൊണ്ട് ടൈല് നമ്മൾ സ്വന്തമായിട്ട് കടയിൽ പോയി മേടിക്കുക, ടൈൽ ഇടിക്കുക. അപ്പൊ ഈ ടൈപ്പ് ഓഫ് ടൈലുകൾ നമുക്ക് എല്ലാ ടൈൽ ഷോപ്പുകളിലും ലഭ്യമാണ്. ഏത് ടൈല് ഷോപ്പിൽ ചെന്നാലും സാധനം ലഭ്യമാണ്. അത് പല കളറിലും പല ഡിസൈൻസിലും അവൈലബിൾ ആണ്. അത് നിങ്ങളുടെ ഓരോരുത്തരുടെയും ഇഷ്ടവും ടേസ്റ്റ് അനുസരിച്ച് അത് സെലക്ട് ചെയ്യുക, മേടിക്കുക, എന്നിട്ട് ടൈലറെ കൊണ്ട് ടൈൽ ഇടിക്കുക. സോ ബേസിക്കലി ഇതിൻ്റെ അകത്ത് ഒരു വുഡൻ പീസ് ഓഫ് വർക്കുകൾ കാണണം. അത് മാത്രമായിരിക്കും കാർപ്പൻറ്റർ ചെയ്യുക. ബാക്കി ടൈല് ചെയ്യുന്നതെല്ലാം ഡെഫിനറ്റ്ലി ടൈലർ ആയിരിക്കണം. അതുപോലെ തന്നെ അതിൻ്റെ ഏറ്റവും താഴെ കാണിക്കുന്ന ആ ഒരു പെബിൾസ്, അത് നമുക്ക് വുഡീസിൽ അവൈലബിൾ ആണ്. വുഡീസിൽ നിന്ന് ഒരു 2 പാക്കറ്റ് മേടിച്ചാൽ ഇതിന് തികയും, ധാരാളമായിട്ട് തികയും. നമ്മൾ അയർലൻഡിലുള്ള പല ആൾക്കാരും എൻ്റെ ഒരു വീഡിയോ കാണുന്നുണ്ടായിരിക്കും. പക്ഷെ എല്ലാവർക്കും ഒന്നും ഇയാൾക്ക് റീച്ച് ഔട്ട് ചെയ്യേണ്ട സാധിക്കില്ല. അപ്പം ഞാൻ ഇയാളോട് സംസാരിച്ചു. ഈ പറഞ്ഞ കാർപ്പൻറ്റർ ഇയാൾ പറഞ്ഞത് പുള്ളി ക്യാവനിൻ ബേസ്ഡ് ആണ്, ക്യാവൻ എന്ന് പറഞ്ഞ സ്ഥലത്ത്. ക്യാവനിൽ നിന്ന് ഒരു 40-45 മിനിറ്റ് ഡ്രൈവിലുള്ള ഡിസ്റ്റൻസ് വരെ പുള്ളി കവർ ചെയ്യുമെന്നാണ് പുള്ളി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു ക്യാവനിൽ നിന്ന് നാവൻ വരെ ഒക്കെ പുള്ളി കവർ ചെയ്യും. അതേസമയം രോഗങ്ങളെ പുള്ളിക്ക് താല്പര്യമില്ലെന്നാണ് പുള്ളി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ തന്നെ നോക്കുക, നിങ്ങൾ എവിടെയാണോ ഐലൻഡിൽ താമസിക്കുന്നത്, നിങ്ങൾക്ക് ഇത് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ക്യാബിൽ നിന്ന് ഒരു 40-45 മിനിറ്റ് വരെ മാക്സിമം ഡ്രൈവബിലിറ്റി ഉള്ള ആൾക്കാരാണെങ്കിൽ പുള്ളി സർവീസ് കൊടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ശ്രദ്ധിക്കുക. എല്ലാവരെയും ചുമ്മാ വിളിച്ചിട്ടുണ്ടെങ്കിൽ പുള്ളി വരില്ല. 2, സാധാരണ ഇപ്പം വിതിൻ ക്യാബിനുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പുള്ളി വന്നിട്ട് ഫ്രീ ആയിട്ട് സാധാരണ കോട്ടുകളൊക്കെ എടുത്ത് കൊടുക്കാറുണ്ട്. അതേസമയം ഇപ്പം നാവൻ വരലൊക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് അത്രയും ദൂരം അദ്ദേഹം മെനക്കെട്ട് വന്നിട്ട് അവസാനം കൊട്ടേഷൻ എടുത്തു. നിങ്ങൾക്ക് ഹൈ എക്സ്പെൻസീവ് ആയിട്ടാണ് പുള്ളിയെ തോന്നിയത്. അപ്പോൾ പുള്ളിയെ സംബന്ധിച്ചുള്ള ഒരു ഹാഫ് ഡേയോ ഒരു ഫുൾ ഡേ ചിലപ്പോൾ മെനക്കേടായിട്ട് വരും. അപ്പം അങ്ങനെയുള്ളപ്പോൾ ഒരു ചെറിയ വർക്ക് വേണ്ടി പുള്ളി വരില്ല. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ പുള്ളി ഡെഫിനറ്റ്ലി ഒരു സർവീസ് ചാർജ് അതിനുവേണ്ടി ചാർജ് ചെയ്യുമെന്നും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ അങ്ങനെ തന്നെ എടുത്ത് പറയാനായിട്ട് കാരണം. അപ്പോൾ അത് കണ്ടുനോക്കിയാൽ നിങ്ങൾ പുള്ളിയെ വിളിക്കാവുള്ളൂ, നിങ്ങൾക്ക് വില്ലിങ് ആണെന്നുണ്ടെങ്കിൽ മാത്രം. പിന്നെ അതുപോലെ തന്നെ റീസെന്റ് എൻ്റെ തന്നെ ഒരു ഫ്രണ്ട് വെക്സ്ഫോർഡിലുള്ളതാണ്. അപ്പോൾ എന്നോട് ചോദിച്ചു, ഈ ഒരു കാർപ്പൻറ്ററെ കൊണ്ട് അവിടെ ഒന്ന് ജോലി ഒരു ഫുൾ വീട് തന്നെ റെനോവേറ്റ് ചെയ്യിക്കണം. അപ്പോൾ അത് പോസിബിൾ ആണോ? അത് ഡെഫിനറ്റ്ലി ഇത്രയും ദൂരമൊന്നും പുള്ളി ചെയ്യാനായിട്ട് പോകുന്നില്ല. പുള്ളി വേറൊരു ഓപ്ഷനായിട്ട് പുള്ളി പറഞ്ഞത് ചീപ്പറായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ പുള്ളി വന്ന് മെഷർമെന്റ് കാര്യങ്ങളെല്ലാം ദൂരെയാണെങ്കിൽ വന്ന് ചിലപ്പോൾ എടുക്കാം. അതിനുശേഷം പുള്ളിയുടെ വർക്ക്ഷോപ്പിൽ നിങ്ങൾ വരിക, മെറ്റീരിയൽ കാര്യങ്ങളെല്ലാം കണ്ട് ഇഷ്ടപ്പെടുക. അതിനുശേഷം പുള്ളി ഇതെല്ലാം വർക്കൗട്ട് ചെയ്ത് ആ മെഷർമെന്റ് അനുസരിച്ച് വർക്ക് ചെയ്ത് നിങ്ങൾക്ക് അവിടെ എത്തിച്ചു തരും. പക്ഷേ അവിടെയുള്ള ഏതെങ്കിലും നിങ്ങളുടെ അതായത് ലൊക്കാലിറ്റിയിലുള്ള ഏതെങ്കിലും ഒരു ഫിറ്ററെ നിങ്ങൾ തന്നെ കണ്ടുപിടിച്ച് നിങ്ങൾ തന്നെ ഫിറ്റിംഗ് നിങ്ങൾ തന്നെ നിങ്ങളുടെ സ്വന്തം റിസ്കിൽ ചെയ്യേണ്ടതായിട്ട് വരും. ഇതാണ് പുള്ളി പറഞ്ഞത്, ദൂരെയുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഞാൻ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളുടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം നിങ്ങൾ ഡെഫിനറ്റ്ലി സ്ക്രീനിൽ ഓൾറെഡി ഈ ഒരു കമ്പനിയുടെ ഡീറ്റെയിൽസ്, ആളുടെ പേര്, കാര്യങ്ങൾ, കോൺടാക്ട് ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇദ്ദേഹത്തെയാണ് നിങ്ങൾ കോൺടാക്ട് ചെയ്യേണ്ടത്. താങ്ക് യു.